പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 117 മൂന്നാമത്തെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഇതാണ്: 3 given rectangles are used to make a regular pentagon of each side 30 cm. Find the length and breadth of the rectangles. അതായത് ഇവിടെ 3 റെക്റ്റാങ്കിൾസ് വരച്ചിട്ടുണ്ട്. ഈ 3 റെക്റ്റാങ്കിൾസും ഡയഗണലിലൂടെ കട്ട് ചെയ്ത് ട്രയാങ്കിൾസ് ആക്കി മാറ്റി ഈ ട്രയാങ്കിൾസ് എടുത്ത് റീഅറേഞ്ച് ചെയ്ത് ഒരു റെഗുലർ പെൻറ്റഗൺ ആക്കി മാറ്റിയിരിക്കുന്നു. അതായത് ഈ റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു ട്രയാങ്കിൾ എടുത്ത് ഇവിടെ കൊണ്ടുവച്ചു. അതായത് ഇവിടുത്തെ ഈ ട്രയാങ്കിൾ എടുത്താണ് അവിടെ കൊണ്ടുവച്ചത്. വീണ്ടും സെക്കൻഡ് ട്രയാങ്കിൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ അവിടെ ഫില്ലായി. വീണ്ടും തേർഡ് ട്രയാങ്കിൾ ഉണ്ടോ, ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. വീണ്ടും ഫോർത്ത് ട്രയാങ്കിൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നു. വീണ്ടും ഫിഫ്ത്ത് ട്രയാങ്കിൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നു. വീണ്ടും സിക്സ്ത് ട്രയാങ്കിൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ റെഗുലർ പെൻറ്റഗൺ ഈസ് ഫോംഡ്. റെഗുലർ പെൻറ്റഗൺ അതിൻ്റെ വൺ സൈഡ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 3 റെക്റ്റാങ്കിൾസും കട്ട് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് ഒരു റെഗുലർ പെൻറ്റഗൺ ആക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ വൺ സൈഡ് 30 സെൻറ്റിമീറ്റർ ആണ്. വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദീസ് റെക്റ്റാങ്കിൾസ്. ഈ 3 റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ ഈ ലെങ്ത് എന്ന് പറയുന്നതാണ് ഈ ലെങ്ത്. കണ്ട, അത് തന്നെയാണ് ഈ ലെങ്ത് എന്ന് പറയുന്നതാണ് ഈ ലെങ്ത്. അപ്പോൾ ഇത് രണ്ടും കൂടി 30 ആണെങ്കിൽ ഓരോ ലെങ്ത് 15. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് 15 ആണെന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൽ കണ്ട അത് ഈ ലെങ്ത് എ ഡി എന്ന് പറയുന്ന ലെങ്താണ് ലെങ്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. ലാർജ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ എ ഡി എന്ന ഡിസ്റ്റൻസാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈ ലെങ്ത് അറിയാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. പക്ഷേ ഈ ആംഗിളും കൂടി ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. കണ്ടോ, സി ഡി 15 ആണെന്ന് കിട്ടി. സി ബി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസോ സി ബി വൺ സൈഡ് ഓഫ് ദി റെഗുലർ പെൻറ്റഗൺ 30 എന്ന് തന്നിട്ടുണ്ട്. സോ അത് 30 സെൻറ്റിമീറ്റർ ആണ്. സോ ഇത് 30 ആണ്, ഇത് 15 ആണെന്ന് കിട്ടി. ഇനി എ ബി സി എന്ന ആംഗിൾ എത്രയാണ്? ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ ആണ്. ആൻഡ് ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ നമുക്കറിയാം. എങ്ങനെ കണ്ടുപിടിക്കണേ? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് പെൻറ്റഗൺ ബൈ 5 എന്ന് എടുത്താൽ. സം ഓഫ് ദി ആംഗിൾസ് ഓഫ് പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ n-2 × 180 എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന ഫോർമുല ഉപയോഗിക്കാം. അതായത് 5 - 2 ദാറ്റ് ഈസ് 3 × 180 540 എന്ന് പറയുന്നതാണ് എന്താ ഈ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പെൻറ്റഗൺ. ആൻഡ് ഈച്ച് ആംഗിൾ ഈസ് 540 / 5 ദാറ്റ് ഈസ് വി നോ 108. അത് നമുക്ക് ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമില്ല. ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ പെൻറ്റഗൺ ഈസ് 108. അപ്പോൾ 108 ഡിഗ്രിയാണ് ആംഗിൾ എ ബി സി. ഇനി അടുത്ത ആംഗിൾ ഇ ബി സി എന്താണെന്ന് നോക്കിയാൽ ഇ ബി സി എന്ന് പറയുന്നത് ഈ 108ൻ്റെ ഹാഫാണ്. 108ൻ്റെ ഹാഫ് 54 ആണ്. അപ്പോൾ ആംഗിൾ ഇ ബി സി എന്ന് പറയുന്നത് 54. അപ്പോൾ ആംഗിൾ ഇ ബി സി കിട്ടി. നമുക്ക് എന്തൊക്കെ കിട്ടി? ആംഗിൾ ഇ ബി സി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാം, ഹൗ മച്ച് ഈസ് ആംഗിൾ ഇ സി ബി. ഇ സി ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയാണ്? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിൾ ഇത് 54 ആണെങ്കിൽ 90 നിന്ന് 54 സബ്ട്രാക്ട് ചെയ്താൽ 36. അപ്പോൾ വി ഗെറ്റ് ആംഗിൾ ഇ സി ബി ഈസ് ഈക്വൽ ടു 36. അതുപോലെ തന്നെ ഈ ആംഗിൾ 108 ആണെന്നറിയാം. ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ 108 ആണ്. അതിൽ ഇത് മാത്രം 36 കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 108 എന്ന്. അതായത് ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ 108 എന്ന് കിട്ടിയിട്ടുണ്ട്. 108 നിന്ന് 36 കുറയ്ക്കുക, വി ഗെറ്റ് 72. അപ്പോൾ എ സി ഡി എന്ന് പറയുന്നത് 72 ആണ്. അപ്പോൾ ഈ ആംഗിൾ 72 എന്ന് കിട്ടി. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. അഡ്ജസൻറ്റ് സൈഡ് അറിയാം. അപ്പോൾ നമുക്ക് ഏത് റേഷ്യോ എടുക്കാം? ഓപ്പോസിറ്റ് അഡ്ജസൻറ്റും ടാൻ. അപ്പോൾ ടാൻ 72 എടുത്ത് നോക്കിയേ. tan 72 is equal to
AD by CD. അപ്പോൾ AD by CD എന്ന് പറയുന്നതാണ് tan 72. അപ്പോൾ AD എന്ന് പറയുന്നത് CD ഡിവൈഡ് ചെയ്യാന്നുള്ള വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാതാവും. അപ്പോൾ CD ഇൻറ്റു tan 72 എന്ന് വരും. അപ്പോൾ AD ഈസ് ഈക്വൽ ടു CD ഇൻറ്റു tan 72. അത് tan 72ൻ്റെ വാല്യൂ ടേബിൾ നോക്കുക. CD 15 ആണെന്നറിയാം. അപ്പോൾ 15 ഇൻറ്റു 3.0777. അതായത് tan 72ൻ്റെ വാല്യൂ ആണ് 3.0777. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ 46.17 എന്ന് കിട്ടും. അപ്പോൾ 46.17 എന്ന് പറയുന്നത് AD ആണ്. AD എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ലാർജ് റെക്റ്റാങ്കിൾ ആണ്. ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇപ്പോൾ 46.17 കിട്ടി. ബ്രെഡ്ത്ത് 15, 30യുടെ ഹാഫ് 15 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തിലേക്കും പോകാം. ചെറിയ റെക്റ്റാങ്കിളിൻ്റെ കണ്ട ഇതാണ് ബ്രെഡ്ത്ത്. അത് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്കറിയാൻ കണ്ട. അതുപോലെ ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. അത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ നോക്കി. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈ BC എന്ന് പറയുന്നത് 30 ആണെന്നറിയാം. അതിൻ്റെ ഒരു സൈഡ് CE നമ്മൾ 54 ഡിഗ്രി ആംഗിൾ എടുത്താൽ 54ൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് CE. അഡ്ജസൻറ്റ് സൈഡാണ് EB. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പോൾ ഏത് റേഷ്യോ എടുക്കണം? നമുക്ക് സൈൻ എടുത്താൽ മതി. സൈൻ 54 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ന്യൂസ്, അതായത് CE by 30. അതായത് CE അപ്പോൾ 30 ഇൻറ്റു BC ഇൻറ്റു സൈൻ 54 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യാന്നുള്ള BC അപ്പുറത്ത് ചെല്ലുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനാവും. അപ്പോൾ BCയുടെ സ്ഥാനത്ത് 30 ആണെന്നറിയാം. അപ്പോൾ 30 ഇൻറ്റു 0.809. അപ്പോൾ 30 ഇൻറ്റു 0.809 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 24.27. അതായത് CE എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് 24.27. അതായത് ഇതാണത് ലെങ്ത് ഓഫ് ദി സ്മോളർ റെക്റ്റാങ്കിൾ. ഇനി നോക്കിയേ അടുത്ത എന്താണ്? കോസ് 54 എടുക്കാം. കാരണം അഡ്ജസൻറ്റ് സൈഡാണ് BE. ഹൈപ്പോട്ന്യൂസ് അറിയാം. അപ്പോൾ അഡ്ജസൻറ്റും ഹൈപ്പോട്ന്യൂസും കണക്ട് ചെയ്യുന്ന റേഷ്യോ കോസ് ആണ്. അപ്പോൾ കോസ് 54 ഈസ് ഈക്വൽ ടു BE by BC എന്ന് കിട്ടും. അപ്പോൾ BE കാണാൻ എന്ത് ചെയ്താൽ മതി? BC ഇൻറ്റു കോസ് 54. BC നമുക്കറിയാം 30. അപ്പോൾ 30 ഇൻറ്റു കോസ് 54 എന്ന് കിട്ടും. അപ്പോൾ BE നമുക്ക് 30 ഇൻറ്റു കോസ് 54 എന്ന് എഴുതാം. 30 ഇൻറ്റു കോസ് 54ൻ്റെ വാല്യൂ ടേബിൾ നോക്കുക. 0.5878 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ എന്ത് വരും? 17.634 ആണ് എന്തെന്ന് പറയുന്നത് BE എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ബ്രെഡ്ത്ത് BE, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 17.634 ആണ്. ലെങ്ത് 24.27 ആണ്. അപ്പോൾ ഇത് രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി? അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതണം. എന്തൊക്കെ എഴുതണം? ലെങ്ത് ഓഫ് ദി ലാർജ് റെക്റ്റാങ്കിൾ ഈസ് 46.17 centimeter and breadth is equal to 15 centimeter, and the smaller rectangle length is equal to 24.27 centimeter, breadth is equal to 17.63 centimeter. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.